ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ സിംബേഡിയം പ്ലാന്റ് നമുക്ക് പൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. സിംബേഡിയം പ്ലാന്റിൻ്റെ പൂവ് നോക്കുകയാണ്, മഞ്ഞയും റെഡും കേട്ടോ. നല്ല ബ്രൗൺ കളറാണ്. നല്ല യെല്ലോയിൽ ബ്രൗണും വൈറ്റും കൂടി ലിപ്പ്. 14 പൂക്കളാണ് നമുക്ക് ഉള്ളത്. ഇതിൽ വിരിഞ്ഞിട്ടുള്ളത് നല്ല താഴത്തേക്കാണ് കേട്ടോ ഈ സിംബേഡിയം പൂവ് പൂങ്കുല വരുന്നത്. അപ്പോൾ ഞാനൊരു കമ്പി ചുറ്റി കൊടുത്തേക്കാണ് കേട്ടോ. മൊത്തത്തിൽ 14 പൂവാണ് വന്നിട്ടുള്ളത്. 1 മീറ്ററിലധികം നീളമുണ്ട്, കണ്ടില്ലേ? 1 മീറ്ററിലധികം നീളത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഒരു 2 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാകും. നമ്മൾ മുന്താസ് ഓർക്കിഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല പ്ലാന്റ് കേട്ടോ. എനിക്കിപ്പോഴാണ് സിംബേഡിയം പൂത്ത് കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നി. പൂവിടാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് നമ്മൾ ഓർക്കിഡിൻ്റെ പോട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. രണ്ടാമതൊരു മുട്ടും കൂടി വരുന്നുണ്ടോ, കണ്ടില്ലേ? രണ്ടാമതൊരു മുട്ടും കൂടി വരുന്നുണ്ട്. പൂവ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പല കളറ് സിംബേഡിയം ഉണ്ട് കേട്ടോ. നല്ലോണം ചട്ടി നിറഞ്ഞ് തിങ്ങി വന്നപ്പോഴാണ് പൂത്തത് കേട്ടോ. അത്യാവശ്യം തെറ്റില്ലാത്ത പൂവാണ്, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. ഇതിന് തണുപ്പാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അതേപോലെ ചൂടും വേണമെന്ന് പറയും. നമ്മളിത് ടെറസിൻ്റെ മേലുള്ള അതിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ചൂട് തട്ടുന്നോട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പൂങ്കുലൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 1 മീറ്ററിലധികം വലുപ്പമാണ് കേട്ടോ. പക്ഷെ പൂവ് കുറവാണ്, 14 പൂവേ ഉള്ളൂ. അപ്പോൾ അത് നിറയെ വിരിയണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിക്കാരം കേട്ടോ. അതിൻ്റെ ഇടയിൽ ആൻറ്റിലോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തന്നതാണ്. ഈ ആൻറ്റിലോപ്പും മുന്താസിൻ്റെ അവിടെ തന്നെയാണ്. ഇതൊരു വെറൈറ്റി ആൻറ്റിലോപ്പ് തന്നെയാണ് കേട്ടോ. ഇതും അധികം എവിടെയും കാണാത്തൊരു സൈസ് ആൻറ്റിലോപ്പാണ്. അപ്പോൾ ഈ സിംബേഡിയം എനിക്ക് പൂത്ത സിംബേഡിയം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ ഒരൊറ്റ വെറൈറ്റി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ പല കളറും നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കണം. ഇതൊന്ന് ഞാൻ നട്ടിട്ടുള്ളത് വെറും കരിയിൽ തന്നെയാണ്. വേരൊക്കെ പുറത്ത് കിടന്നത്. സാധാ ചട്ടിയിലും നടാമെന്നാണ് എല്ലാവരും പറയുന്നത്. കൊക്കോ ചിപ്സാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ മോസൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡെയിലി വാട്ടറിങ് വേണമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഡെയിലി വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഈ മുകളിലായതുകൊണ്ട് തന്നെ നല്ലോണം വെയിൽ കൊള്ളുന്നുണ്ട്. ഡെയിലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നനക്കാൻ പറ്റാത്ത ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനക്കൽ. പക്ഷെ അതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. വേരെല്ലാം പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത് സാധാ ഒരു ചട്ടിയിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നടുന്ന പോലെ കുറച്ച് വലിയ ചട്ടിയിലൊക്കെ മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിറയെ പൂക്കൾ വരുന്നുണ്ടാകും. അത്യാവശ്യം വെയിലും കൊള്ളണം, അതുപോലെ തന്നെ നല്ല തണുപ്പും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ മുക്കി അടർത്തി എടുത്തിട്ട് പൂവൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു കുറച്ച് വലിയ പോട്ടിലാക്കി മാറ്റി വെക്കാമെന്ന് കരുതുന്നുണ്ട്. ടെറസിൻ്റെ ചൂടും ടെറസുമെന്നുള്ള ചൂടും ഒക്കെ നല്ലോണം ഉണ്ട്, കണ്ടില്ലേ? 1 മീറ്ററിനെക്കാളും അധികം. എത്ര നീളം നോക്കുകയാണെങ്കിൽ ഞാൻ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിൻ്റെ ഇവിടേക്ക് എത്തോളം നീളത്തിലാണത് കേട്ടോ. ഇതിൻ്റെ പൂവ് നല്ല താഴത്തേക്ക് മീറ്റർ കണക്കിന് നീളത്തിൽ ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആങ്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. കാരണം നമുക്ക് കോലൊന്നും കുത്തി കൊടുക്കണ്ട. താഴത്തേക്ക് ഇങ്ങനെ നമ്മളെ ആ സെൽവഞ്ചിനി ഓർക്കിഡിനെ പോലെ താഴത്തേക്ക് തൂങ്ങിയിട്ടാണ് ഈ പൂവ് വരുന്നത്. ഞാനൊരു കോല് കുത്തി കൊടുത്ത് എന്താ വെച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ വേറെയും പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് പൂവ് നഷ്ടപ്പെടേണ്ട വെച്ചിട്ടാട്ടോ. അതിൻ്റെ മുട്ടും അതിൻ്റെ പൂവൊക്കെ കുനുകുനുന്നനെന്ന് പറയില്ല നമ്മൾ, അതുപോലെയാണ് കേട്ടോ. കുനുകുനുന്നനെ എന്താ പറയുക, നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ മുട്ട് വരുന്ന പോലെയൊന്നുമല്ല. ഭയങ്കര മയത്തിൽ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പ്. ഇനിയിപ്പോൾ പോട്ടിംഗ് മിക്സൊക്കെ തണുപ്പാക്കിയിട്ട് കൊടുത്തു നോക്കിയാൽ അടിയിൽ തണുപ്പും മുകളിൽ നല്ല ചൂടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പൊരി വെയിൽ പാണ്ടേനും വെയിലത്ത് വെക്കാനും പാടില്ല എന്നാണ് പറയുക. പക്ഷേ നല്ല ചൂട് തട്ടും വേണം. അങ്ങനെ നല്ല മഴയും തട്ടാൻ പാടില്ല തോന്നുന്നു ഈ പ്ലാന്റിന്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂക്കും. ഇപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോഴും ഇപ്പോഴാണ് പൂത്തത്. ഞാനും പിന്നെ ഒരു ആതിര, ഒരുപാട് ആളുകൾ 10-12 പ്ലാന്റ് വന്നിട്ട് അന്ന് 12 പേര് ഒന്നിച്ചെടുത്തൊരു പ്ലാന്റാണിത്. അവർക്കൊക്കെ പൂത്തോ ഇല്ലയെന്ന് അറിയില്ല. നമ്മളെ ഓമന ആൻറ്റി അവരൊക്കെയാണ് അന്ന് ഇത് എടുത്തത്.
അവർക്കൊക്കെ പൂത്തോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെത് ഏതായാലും പൂത്തു. ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും ഈ പൂവ് കണ്ടപ്പോൾ. ഇനി എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കളറൊക്കെ പിന്നെ കളക്ട് ചെയ്യാൻ നോക്കണം. എനിക്ക് വെറൈറ്റി പ്ലാന്റുകളൊക്കെ എപ്പോഴും പിന്നെ മുംതാസ് ഓർക്കിഡെന്ന് മുംതാസിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടാറ്. ഇങ്ങനത്തെ പ്ലാന്റുകൾ പിന്നെ വേറെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലീഫ് നാരോ ലീഫ് ആയിക്കൊണ്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവരൊക്കെ എടുത്തു, പക്ഷേ ഞാൻ അന്ന് എടുത്തിട്ടില്ലായിരുന്നു. അതും നല്ലൊരു പ്ലാന്റ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ വെറൈറ്റി പ്ലാന്റുകളൊക്കെ കിട്ടുക മുംതാസിൽ നിന്ന് തന്നെയാണ്. എപ്പോഴും മുംതാസ് വെറൈറ്റികൾ മാത്രം കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമുക്കവർ വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്ന് അപ്പം ഒന്ന് മാറ്റി വെക്കും ചെയ്യും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അതിനൊന്ന് കൊണ്ടുവരലുണ്ട്. കുറേ ആളുകൾ ആദ്യം എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ. ആ സമയത്ത് ഞാൻ അവർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും നല്ലത് നോക്കി മാറ്റി വെച്ചിട്ടായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെതിനേക്കാളും നല്ല പ്ലാന്റാണ് അന്ന് ഞാൻ അവർക്കൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പൂത്തോ ഇല്ലയെന്ന് അറിയൂല. അപ്പോൾ ആരും അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അറിയൂല. ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയാണെങ്കിൽ അതിലേറെ ഇത് മുംതാസിൽ തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക. ഒരു പ്ലാന്റെങ്കിലും സിംപീഡിയം ആരെങ്കിലും എല്ലാവരും ഒന്ന് വാങ്ങി വെച്ച് നോക്കുക. അപ്പോൾ എന്തായാലും പൂക്കും, നമുക്ക് പൂക്കും എന്നുള്ളത് ഉറപ്പായി. എനിക്കെന്തായാലും പൂത്തു. ഇതിന് പറയുമ്പോൾ നല്ലോണം വളം വേണം എന്നൊക്കെ പറയും. നമ്മൾ മുകളിലായത് ടെറസിൻ്റെ മേലായതുകൊണ്ട് വളമൊന്നും അധികം എത്താറില്ല, വെള്ളം മര്യാദയ്ക്ക് എത്താറില്ല, അങ്ങനെ തന്നെ പറയാം. വല്ലപ്പോഴൊക്കെ കയറി പോകുമ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ തന്നെയാണ് നനയൊക്കെ ഉള്ളത്. വളം കൊടുക്കലും അങ്ങനെ തന്നെ വല്ലപ്പോഴും മാത്രമാണ്. അപ്പോൾ എന്നാലും അത് പൂത്തു. അതാണ് അപ്പോൾ എനിക്കതിലുള്ള സന്തോഷം. അപ്പോൾ വളമൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം പിന്നെ പൂവും മുട്ടും തന്നിരുന്നു. ഇനി അത് താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ലൊരു മണ്ണിൻ്റെ പോട്ടിൽ വെക്കണം എന്ന് കരുതുന്നുണ്ട്. ഇപ്പോഴല്ല, പൂവൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.